ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതേപോലൊരു ആമേനെയാണ് ചിരട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ജില്ലാ മത്സരങ്ങൾക്കൊക്കെ വളരെ സ്കോപ്പുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാനിവിടെ 2 ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരെണ്ണമാണ് ആവശ്യമുള്ളൂ. ഒന്നതിന് മേലെ ഇതേപോലെ മേലെ വെച്ച് മുറിക്കാൻ എളുപ്പത്തിനാണ്. അപ്പോൾ 2 ചിരട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് വെള്ളത്തിൽ ഒന്ന് മുക്കിയിടണം. അത് നമ്മൾ മുറിക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ മുറിക്കാൻ കുറച്ച് എളുപ്പത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബക്കറ്റിൽ ഞാൻ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചിരട്ട ഇട്ടിട്ട് നമുക്ക് മുക്കിയിടാം അതിനെ. എന്നിട്ട് പിറ്റേ ദിവസം തുറന്നു നോക്കാം. ഒരു ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്രത്തോളം നമ്മൾ മുക്കിയിടുന്നു അത്രയും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് കുതിർന്ന് കഴിഞ്ഞാൽ പൊട്ടിപ്പോകാതിരിക്കാനും മുറിക്കാൻ എളുപ്പത്തിനും വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്ത് നോക്കിയപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കളറൊക്കെ, വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ചിരട്ട നമുക്കെടുത്ത് പുറത്ത് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വേഗം പോയിക്കോളും. ഇനി ഈ വെള്ളം നമുക്ക് വെറുതെ കളയുന്നതിൽ നല്ലത് വല്ല ചെടികളുണ്ടെങ്കിൽ അതിന് കടക്കി ഒഴിച്ചു കൊടുത്താൽ വളമായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഇത് വെള്ളമൊക്കെ വാർന്ന് പോയിട്ട് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, നനവുണ്ട്, എന്നാലും വെള്ളം ഒലിച്ച് വരാത്ത രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുടികളൊക്കെ സാൻഡ് പേപ്പർ വെച്ച് റബ്ബ് ചെയ്ത് ഉരച്ച് നല്ല വൃത്തിയാക്കി എടുക്കാം, ക്ലീൻ ആക്കി എടുക്കാം. ഈ മെത്തേഡ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കത്തി വെച്ച് ചെയ്യാം. കത്തി വെച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വേഗം നമുക്ക് ചുരണ്ടി എടുക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വീടിനടുത്ത് ഹാർഡ്വെയർ ഷോപ്സ് വല്ലതുണ്ടെങ്കിൽ അവിടെ ബെൽറ്റ് ബ്രഷ് എന്ന് പറഞ്ഞ ഒരു ബെൽറ്റ് നമുക്ക് കിട്ടും. ഒരു മരത്തിൻ്റെ അതിൽ ബ്രഷ് ആയിട്ടുള്ളതാണ്. വളരെ എളുപ്പത്തിൽ അത് വെച്ച് ചെയ്യാൻ പറ്റും. 60 രൂപ വിലയുള്ളൂ. ഉണ്ടെങ്കിൽ അത് കിട്ടിയാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ കത്തി വെച്ചാണ് ഇതേപോലെ നല്ല ക്ലീൻ ആക്കി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുടി ക്ലീൻ ആക്കിയതാണ്. അത് നമുക്ക് കളയാം, ആവശ്യമില്ലാത്തതാണ്, മാറ്റി വയ്ക്കാം. ഇനി ഈ ചിരട്ടയിൽ നമുക്ക് ആമയുടെ തോട് വയ്ക്കാനായിട്ട് അതൊന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ ആമയ്ക്ക് ഇത്ര ഉയരം വേണ്ട, അത് കാരണമാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചോക്ക് എടുത്തിട്ട് ഇതിനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ചോക്കെടുത്ത് പതുക്കെ നമുക്കത് റൗണ്ട് ചെയ്ത് എത്രത്തോളം ഉയരം വേണോ അത്രത്തോളം മാർക്ക് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി പരന്ന അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയുടെയൊക്കെ ചിരട്ടയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ മുറിക്കാതെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വലിയ ആമേനെ ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഹെക്സോ ബ്ലേഡ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നേരിട്ട് കട്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ വലിയ ഹെക്സോ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്കതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലെ കുറച്ചായിട്ട് വരഞ്ഞ് നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ ഞാൻ ആ സർക്കിളിൽ കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തരി ഒന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി വരും. അത് നമ്മൾ എടുത്ത് വെക്കണം. വളരെ കുറച്ചേ ആവശ്യമുണ്ടാവുള്ളൂ. ഒട്ടിക്കുമ്പോൾ എടുക്കാനാണ്. ഒട്ടിക്കുമ്പോൾ നല്ല ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് അത് ഉപകാരപ്പെടും. അപ്പോൾ അതെടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇതിന് ഇതേപോലെ ഷാർപ്പായിട്ട് കുറേ എഡ്ജസ് ഉണ്ട്. നമ്മൾ ലൈൻസ് ഇട്ടാണ് മുറിച്ചത്. അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് സാൻഡ് പേപ്പറിൽ സോഫ്റ്റാക്കി ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉരച്ച് നല്ല ക്ലീനാക്കി റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഷാർപ്പ് എഡ്ജസ് ഒക്കെ കളഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ 3 വരകളും കളഞ്ഞിട്ടുണ്ട്. ഇപ്പം അത് ലെവലായിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മുറിച്ചെടുത്തതിൻ്റെ ബാക്കി ചിരട്ടയാണിത്. ഇതിൽ നമുക്ക് 4 കാല് വേണം. അത് ഇതുപോലെ ഷേപ്പിൽ എടുത്താൽ മതി. പിന്നെ ഒരു ട്രയാങ്കിളായിട്ട് വെട്ടിയെടുക്കും വേണം. അത് വാലിനാണ്. പിന്നെ ഒരു ക്വാഡിലാറ്ററൽ പോലെയൊക്കെ ഒരു ഷേപ്പും കൂടി വേണം. അത് നമുക്ക് തലയ്ക്കാണ്. ഇങ്ങനെയല്ല തല വരുന്നത്. അത് കുറച്ച് നമ്മൾ റൗണ്ട് ചെയ്ത് ഷേപ്പാക്കും. അല്ലെങ്കിൽ സ്ക്വയറായിട്ടും വെട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഒരു ഷേപ്പും ഇല്ല. അത് കാരണം നമുക്കതൊക്കെ ഒന്ന് സാൻഡ് പേപ്പറിൽ വരച്ച് റൗണ്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കാല് ചെയ്യാം. ഇതിൻ്റെ ഈ 2 കോർണർ മാത്രം ഒന്ന് ഉരച്ച് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് കാലായിട്ട് ഫീൽ ചെയ്യും. കണ്ടോ, ഇപ്പം കുറച്ച് പോയിട്ടുണ്ട്.
അപ്പോൾ അത് നന്നായിട്ട് ഉരച്ചെടുക്കാം. വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇപ്പം 4 കാലും ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടാലറിയാം അവിടെ ഒന്ന് റൗണ്ടായിട്ട് ഇരിക്കുന്നുണ്ട്. വാല് പിന്നെ സൈഡ് കൂർത്തിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉരച്ചാൽ മതി. ഇപ്പോൾ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് തല, ഈ പോയിൻ്റാണ് നമുക്ക് ഒട്ടിക്കേണ്ട ഭാഗം. അവിടെ ഒന്നും ചെയ്യേണ്ട. ബാക്കി വരുന്ന 4 പോയിൻ്റ് ഉണ്ട്. 4 പോയിന്റിലും നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം, റൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. തല നിങ്ങൾക്ക് കാണാം, എല്ലാം ഞാൻ റൗണ്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ഒട്ടിച്ച് തുടങ്ങണം. ഒട്ടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആമയുടെ തോടിൻ്റെ മുകളിൽ കുറേ ഷേപ്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൽ ഒന്ന് വരഞ്ഞ് ഹെക്സോ ബ്ലേഡ് വെച്ചൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് ചെയ്ത് കൊടുക്കണം. ഒട്ടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ കാലൊക്കെ ഒടിഞ്ഞു പോകും. അത് കാരണം അത് മുന്നേ ചെയ്യാൻ ശ്രദ്ധിക്കുക. പറയാൻ വിട്ടുപോയതാണ്. ഇതേപോലെ എന്തെങ്കിലും ഒരു ഷേപ്പൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതിലൂടെയൊക്കെ നമുക്ക് ഹെക്സോ ബ്ലേഡ് വെച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. മുറിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് വാർണിഷ്, അവസാനം ഒരു കോട്ട് വാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് അതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അത് അങ്ങനെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഒട്ടിച്ച് തുടങ്ങാം. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് പൊടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മുഴുവനൊന്നും വേണ്ട, വളരെ കുറച്ച് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തലയും കാലൊക്കെ എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് തല ഒട്ടിക്കാം. അപ്പോൾ ആ ഒരു കോർണർ ഉണ്ട്, അവിടെ മാത്രം കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മുടെ ബോഡി അതിൽ കയറ്റി വയ്ക്കുക. ആമയുടെ തോട് കയറ്റി വെച്ചിട്ട് ഒരു ഡ്രോപ്പ് ഫ്ലക്സ് ക്യൂക്ക് വയ്ക്കുക. ഫ്ലക്സ് ക്യൂക്ക് വെച്ച് വളരെ എളുപ്പത്തിൽ ഒട്ടിക്കാം. നല്ല ഉറപ്പായിട്ട് അവിടെ നിന്നോളും. ഒരു ഡ്രോപ്പിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ, അത്ര ശക്തിയുണ്ട് ഫ്ലക്സ് ക്യൂക്കിന്. ഇനി നമുക്ക് അതേപോലെ ഒരു കാലും ഒട്ടിച്ചെടുക്കാം. നമ്മളിപ്പോൾ തലയും 4 കാലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വാലാണ്. അപ്പോൾ തലയുടെ പുറകിലോട്ടൊരു വരയുണ്ട്, അവിടെയായിട്ട് നമുക്ക് വാലൊട്ടിച്ചു കൊടുക്കണം, നേരെ പുറകിലായിട്ട്. അപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ കയറ്റി വെച്ച് ഒരു ഡ്രോപ്പ് ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചു കൊടുക്കാം. എത്രയും മതിയാകും. അപ്പോൾ അത് നന്നായിട്ട് ഇപ്പം തന്നെ ഒട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കണം. അത് കുറേ കാലം കേടുപാടൊന്നും ഇല്ലാതെ ഇരിക്കാൻ സഹായിക്കും. അതിന് മുമ്പ് നമുക്ക് അതേപോലൊരു ചെറിയൊരു പീസ് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അത് കണ്ണിനാണ്. ഇതേപോലെ 2 എണ്ണം വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആമയ്ക്ക് കണ്ണില്ലെങ്കിൽ അതൊരു അപാകതയായിരിക്കും. അപ്പോൾ അത് കാരണം കണ്ണിന് വേണ്ടി ഇതേപോലെ 2 ചെറിയ പീസ് വെട്ടിയെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് വാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് വാർണിഷൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഉണക്കാൻ വെക്കണം. ഒരു അരമണിക്കൂറോളം എടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടാവും. ബ്രഷ് കഴുകാൻ മറക്കരുത്, അല്ലെങ്കിൽ ബ്രഷ് പിന്നെ ഉപയോഗിക്കേണ്ടി വരില്ല. അപ്പോൾ അത് എന്തെങ്കിലും മണ്ണെണ്ണയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴുകുക. നമ്മളൊരു കോട്ട് വാർണിഷ് അടിച്ചിരുന്നു, അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം എടുത്തു. ഇപ്പോൾ നല്ലൊരു തിളക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാവുന്ന, എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ. ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഒരു ചിരട്ടേ വേണ്ടി വന്നുള്ളൂ. എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സംഭവമാണ് ചിരട്ട. പ്രത്യേകിച്ച് മലയാളികളുടെ വീട്ടിലും എന്തായാലും കാണാവുന്ന ഒരു സാധനമാണ് ചിരട്ട.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.